പിറവി 1 മുതൽ യേശുവിന്റെ പരിച്ഛേദനവും നാമകരണവും. നിങ്ങളുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിങ്ങളിൽ പുരുഷന്മാരായ എല്ലാവരും പരിച്ഛേദനം ചെയ്യണം. ഉൽപ്പത്തി 17:10. പാരമ്പര്യമായി അന്നേ ദിവസം കുഞ്ഞുങ്ങൾക്ക് നാമകരണവും നടത്തും. ഹന്ന എൽക്കാന ദമ്പതികളുടെ മകൻ സാമുവേലിനെ സമർപ്പിക്കുമ്പോൾ അനുഗ്രഹിച്ച ഏലിയായെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശിമിയോൻ. ശിശുവിന്റെ അമ്മയുടെ ശുദ്ധീകരണത്തിനായി 8-ാം ദിവസത്തെ പരിച്ഛേദനം. ലേവ്യർ 12:1. ആദ്യജാതനെ കർത്താവിന് സമർപ്പിക്കൽ. പുറപ്പാട് 13:1-2 തുടങ്ങിയ നിയമങ്ങളാണ് ഇവിടെ നിറവേറപ്പെടുന്നത്. സമർപ്പിക്കപ്പെട്ട കുഞ്ഞിനെ 1 മാസം കഴിയുമ്പോൾ 5 ഷെക്കൽ വീണ്ടെടുപ്പ് പണം നൽകി വീണ്ടെടുക്കണം. സംഖ്യ 3:47. എന്ന നിയമം യേശുവിന്റെ കാര്യത്തിൽ ലൂക്കാ വിവരിക്കുന്നില്ല. കാരണം തന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയിൽ ദേവാലയം ശുദ്ധീകരിക്കുന്ന യേശു തന്നെയാണ് ദേവാലയം. ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്ന ശിശു സകല ജനങ്ങൾക്കും ഒരുക്കിയിട്ടുള്ള രക്ഷയാണ്. യഹൂദരും വിജാതീയരും ഉൾപ്പെടുന്ന യേശുവിൽ വിശ്വസിക്കുന്ന പുതിയ ഇസ്രായേലാണ് അത്. അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായ വിവാദവിഷയവും അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുന്നതുമായിരിക്കും ഈ മകൻ എന്ന 2-ാമത്തെ പ്രവചനവും നാം വായിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ പാരമ്പര്യത്തെ തിരുത്തിക്കുറിക്കുന്ന ഒരു അടയാളമായിരിക്കും. പുരോഹിതനല്ലാത്ത ശിമിയോനാണ് യേശുവിനെ ആശീർവദിക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷയിലൂടെ അന്ത്യത്തിൽ ലേവി ഗോത്രത്തിൽ നിന്നും പൗരോഹിത്യധർമ്മം മാറ്റി ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന അവന്റെ കൈവെപ്പിലൂടെ ലഭിക്കുന്ന ഒരു അവകാശമാക്കി അവൻ പൗരോഹിത്യത്തെ മാറ്റി. ഇസ്രായേലിന്റെ പാരമ്പര്യം വീഴ്ത്തുകയും അവരിൽ വിശ്വസിക്കുന്നവരെ ഉയർത്തുകയും ചെയ്യുന്ന പുതിയ യുഗപ്പിറവി അവനിലൂടെ സംഭവിക്കുമെന്ന പ്രവചനമാണിത്. പഴയ ഇസ്രായേലിന് വലിയ ഇടർച്ചയും പുതിയ ഇസ്രായേലിന് വലിയ ഉയർച്ചയുമായിരിക്കുമത്. അങ്ങനെ യേശു ഇസ്രായേലിന്റെ വേർതിരിവിനും സമന്വയത്തിനും കാരണമാകും. സുവിശേഷത്തിലെ ഏക പ്രവാചകിയാണ് അന്ന. അവന്റെ ദിനം കാണാൻ ചെറുപ്പം മുതൽ 84 വയസ്സ് വരെ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയവൾ. ഭാവിയിൽ സ്ത്രീകളും അവനെക്കുറിച്ച് പ്രഘോഷിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമെന്നതിന്റെ അടയാളമാണ് അന്ന.